ആക്രമണത്തിനിടയിൽ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് നിലതെറ്റി വീണ പീറ്റർ പാർക്കർ. ആ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ചെന്നായ്ക്കൾക്ക് നടുവിലേക്ക് ചാടി വീണ ഗ്രെഗ് ഹഡ്സൺ. നിമിഷം കൊണ്ട് ആ ക്രൂരമൃഗങ്ങൾ അവരെ വളഞ്ഞു, വന്യമായ ആരവങ്ങളോടെ. ഗ്രെഗ് 1-2 വെടി പൊട്ടിച്ചപ്പോൾ ചെന്നായ്ക്കൾ സംഭ്രമിച്ച് അകന്നുമാറി. എന്നാൽ ഇരകളെ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു ആ ക്രൂരമൃഗങ്ങൾ. എല്ലാം അവസാനിക്കാറായി എന്ന് ഗ്രെഗ് ഹഡ്സന് തോന്നി. ട്രാൻസിൽവാനിയ താഴ്വരയുടെ ഭീകര വിജനതയിൽ മാംസം ചെന്നായ്ക്കൾ തിന്നു തീർത്ത 2 അസ്ഥികൂടങ്ങൾ അയാൾ മനസ്സിൽ സങ്കല്പിച്ചു. ഒരുപക്ഷെ അസ്ഥികൾ പോലും അവ ബാക്കി വെച്ചെന്ന് വരില്ല. അഹോയ് അഹോയ്! ആജ്ഞാശക്തി സ്ഫുരിക്കുന്ന ഏതോ അപരിചിത ശബ്ദം കേട്ട് അവർ തല ഉയർത്തി. അത്ഭുതം! ആ ശബ്ദം കേട്ട് ചെന്നായ്ക്കൾ അമ്പരന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. കടിച്ചു കീറാൻ വന്ന അവ പ്രതിമകൾ പോലെ നിന്ന് ആ ശബ്ദം ശ്രദ്ധിക്കുകയും അതിലൂടെ ലഭിച്ച ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്നു. അവയുടെ ചെവി മാത്രം ഇടയ്ക്കിടെ ചലിക്കുന്നുണ്ട്. അവയെ അനുസരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ആരോ എന്തോ സമീപത്തെവിടെയോ ഉണ്ട്. ഗ്രെഗ് തലതിരിച്ച് ചുറ്റും നോക്കി. ചെന്നായ്ക്കൂട്ടത്തിനപ്പുറം രോമാവൃതമായ ശരീരമുള്ള ഒരു വന്യമൃഗത്തെ പോലെ ഇരുണ്ട് അവ്യക്തമായ രൂപം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കുതിരവണ്ടിയാണെന്ന് ഗ്രെഗ് ഹഡ്സന് മനസ്സിലായി. വണ്ടിയിൽ നിന്നിറങ്ങിയ സാധാരണയിലധികം ഉയരമുള്ള ഒരു മനുഷ്യരൂപം. ആജ്ഞാശക്തിയുള്ള ആ ശബ്ദത്തിൻ്റെ ഉറവിടമേതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. അതാ പ്രഭു വീണ്ടും വന്നിരിക്കുന്നു. പീറ്റർ പാർക്കർ അത് പറയും മുമ്പ് തന്നെ ഗ്രെഗ് ഹഡ്സൺ ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ ആജ്ഞാപിച്ചപ്പോൾ ചെന്നായ്ക്കൾ മാറി നിൽക്കുന്നത് കണ്ടില്ലേ? അത്ഭുതം തന്നെ! വീണ് കിടന്ന കിടപ്പിൽ നിന്ന് കൈകുത്തി എണീക്കുന്നതിനിടയിൽ പീറ്റർ പാർക്കർ പറഞ്ഞു, അതെ, ചെന്നായ്ക്കൾ പോലും അയാളെ ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നു. അയാൾ ഒരു വിചിത്ര മനുഷ്യൻ തന്നെ. ഗ്രെഗും വിസ്മയം കൊണ്ടു. എന്താണ് ഈ അഹോയ് എന്ന വാക്കിന്റെ അർത്ഥം? അത് പറഞ്ഞപ്പോഴാണല്ലോ ചെന്നായ്ക്കൾ പരിഭ്രമിച്ച് മാറി നിന്നത്. പീറ്റർ പാർക്കർ ചോദിച്ചു. അപ്പോൾ ഗ്രെഗ് പറഞ്ഞു, വിജന പ്രദേശങ്ങളിൽ ആളുകൾ വളരെ അകലെ നിന്നും സാന്നിധ്യം അറിയിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്. കപ്പൽ യാത്രക്കാർ മറ്റു കപ്പലിലുള്ളവരെ ആശംസിക്കാനും ഈ വാക്ക് ഉപയോഗിക്കും. കടലിൽ വീഴുന്നവരും ഈ വാക്ക് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും പ്രഭു നടന്ന് അവരുടെ അരികിലെത്തിയിരുന്നു. അവിടെ നിന്നുകൊണ്ട് പ്രഭു ഒരു കൈ നിവർത്തി വീശിക്കൊണ്ട് ശരീരം അർദ്ധവൃത്താകൃതിയിൽ ചലിപ്പിച്ചു. അകന്നു മാറൂ എന്നാണ് ആ ശരീരഭാഷ സൂചിപ്പിക്കുന്നത് എന്ന് ഗ്രെഗ് ഹഡ്സൺ ഊഹിച്ചു. പ്രഭു കൈ വീശിയ നിമിഷം ചെന്നായ്ക്കൾ അകന്നു മാറുകയും വൃത്താകൃതിയിൽ അവർക്ക് ചുറ്റും നിലയുറപ്പിക്കുകയും ചെയ്തു. തൻ്റെ അനുമാനം ശരിയായതിൽ ഗ്രെഗ് ഹഡ്സൺ ആഹ്ലാദം തോന്നി. അകന്നു മാറിയ ചെന്നായ്ക്കൾ ഇരകൾ നഷ്ടപ്പെട്ടതിലുള്ള ഖേദത്തോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. അവ ഒന്നിച്ചു കുതിച്ചു ചാടിയാൽ നിമിഷങ്ങൾ കൊണ്ട് തങ്ങൾ അവയ്ക്ക് ആഹാരമായി തീരുമെന്ന് ആ സുഹൃത്തുക്കൾക്കറിയാമായിരുന്നു. എന്നാൽ ചെന്നായ്ക്കളാവട്ടെ കടുത്ത വിശപ്പിനേക്കാൾ തീവ്രമായ ഭയത്തോടെ പ്രഭുവിനെയും അവരെയും മാറി മാറി നോക്കിക്കൊണ്ടു നിന്നു. അപ്പോൾ പ്രഭുവിൻ്റെ ഗംഭീര സ്വരം വീണ്ടും അവിടെ മുഴങ്ങി. എന്താ ധീരന്മാരെ, മതിയായില്ലേ? രാത്രിയിൽ ഇവിടം സുരക്ഷിതമല്ലെന്നും എന്നോടൊപ്പം കോട്ടയിലേക്ക് പോരുന്നതാണ് നല്ലതെന്നും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിച്ചില്ല. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചേനെ. ഞാൻ വീണ്ടും വന്നില്ലായിരുന്നെങ്കിൽ. പ്രഭുവിൻ്റെ പരിഹാസം കലർന്ന വാക്കുകൾക്ക് അവർ മറുപടി പറഞ്ഞില്ല. ഏതാനും നിമിഷം മുമ്പ് മുന്നിൽ കണ്ട മരണത്തിൻ്റെ ഭീകരതയിൽ നിന്നും അവർ പൂർണ്ണമായും മുക്തരായി കഴിഞ്ഞിരുന്നില്ല. റൊമാനിയൻ വനങ്ങളിലെ ക്രൂരന്മാരായ ചെന്നായ്ക്കളുടെ കൂട്ടത്തെക്കുറിച്ച് അവർ കേൾക്കുകയും വായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവയുടെ ഇരയായി തീരേണ്ട സാഹചര്യത്തിൽ ചെന്ന് പെടുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. അപ്പോൾ പ്രഭു പറഞ്ഞു, എൻ്റെ പൂർവികരുടെ കല്ലറകൾ അശുദ്ധമാക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങളതനുസരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഈ ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷിച്ചത്. നേരം പുലരാൻ ഇനി അധിക നേരമില്ല. എനിക്ക് തിരക്കുണ്ട്. പ്രഭു അവരുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. അപ്പോൾ പീറ്റർ പാർക്കർ തങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ചെന്നായ്ക്കളെ പരിഭ്രമത്തോടെ നിരീക്ഷിക്കുകയായിരുന്നു. പ്രഭു മടങ്ങിയാലുടൻ അവ കൂട്ടത്തോടെ ആക്രമിക്കും. ആ കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഇല്ലായിരുന്നു. പ്രഭു കുതിരവണ്ടിക്ക് നേരെ നടന്നു തുടങ്ങി. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ സുഹൃത്തിനെയും ചെന്നായ്ക്കളെയും മാറി മാറി നോക്കി. ഒന്ന് നിൽക്കൂ, പീറ്റർ പാർക്കർ പറഞ്ഞു. അത് കേട്ട് പ്രഭു നിന്നു. പിന്നെ സാവധാനം തിരിഞ്ഞു നോക്കി. നെറ്റി ചുളിച്ചുകൊണ്ട് പ്രഭു പീറ്റർ പാർക്കറെ നോക്കി മോളി. ഞങ്ങളും വരുന്നു അങ്ങയോടൊപ്പം, അങ്ങയുടെ കോട്ടയിലേക്ക്, പീറ്റർ പാർക്കർ പറഞ്ഞു. അതോടെ പ്രഭുവിൻ്റെ മുഖത്തെ ഗൗരവം മാഞ്ഞു. അവിടെ വികൃതമായ ഒരു മന്ദഹാസം കാണപ്പെട്ടു.
അപ്പോൾ സാമാന്യത്തിലധികം നീളമുള്ള കോമ്പലുകൾ അവർ കണ്ടു. ഓ, സ്വാഗതം, വരൂ, വേഗമാവട്ടെ, നേരം പുലരാറായി. പ്രഭു കുതിരവണ്ടിയുടെ നേർക്ക് നടന്നു. പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും പ്രഭുവിനെ പിന്തുടർന്നു.